ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ എം കാവ്യ. അപ്പൊ കേറ്ററ്റ് എന്ന് പറയുന്നത് ഇന്ന് വളരെ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എനിക്ക് നെറ്റ് ഉണ്ട്, എനിക്ക് സെറ്റ് ഉണ്ട്, എനിക്ക് എംഫിൽ ഉണ്ട്, ഈവൻ PhD വരെയുണ്ട്. എന്നിട്ടും ഇനിയും കേറ്ററ്റ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് നിലവിലുള്ള സുപ്രീം കോടതി വിധി പറയുന്നത്. ഇപ്പൊ കേറ്ററ്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വളരെ വലിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ അപ്പോയിന്റ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേറ്ററ്റ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മുമ്പ് ഒരുപാട് നമ്മൾ കണ്ടു കേറ്ററ്റിന്റെ ചേഞ്ചസ്. കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധ്യാപകരായി, ഈവൻ നമുക്ക് സെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലും എംഫിൽ ഉണ്ടെങ്കിലും ഒക്കെ തന്നെ കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധ്യാപകരാവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ സുപ്രീം കോടതി വിധിയോടുകൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഭിന്നശേഷിക്കാരുമായി റിലേറ്റ് ചെയ്യുന്ന, അവരുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഓർഡറിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിലവിൽ തുടർന്ന് വരുന്നത് പോലെ LPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ LPST ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്, അവർക്ക് LPST നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2 എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ ക്വാളിഫൈ ചെയ്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതേപോലെ UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ, പണ്ട് നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യായിരുന്നു, അപേക്ഷിക്കാനായി സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് UPST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 2 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഓർഡർ പ്രകാരം കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ HST നിയമനങ്ങൾക്ക് കേട്ടറ്റ് 3 നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ളതും ആ ഓർഡറിൽ പറയുന്നു. തുടർന്ന് ലാംഗ്വേജ് പേപ്പർ അല്ലെങ്കിൽ LP-UPയിലെ ലാംഗ്വേജ് ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് കേട്ടറ്റ് 4 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ അവിടെ പരിഗണിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 4 കാറ്റഗറികളായിട്ടാണ് കേട്ടറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. കേട്ടറ്റ് കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 എന്ന് പറയുന്നത് ഭാഷാ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പണ്ട് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഉണ്ട്, നെറ്റ് ഉണ്ട്, എംഫിൽ ഉണ്ട്, PhD ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കേറ്ററ്റ് എഴുതിയെടുക്കേണ്ട എന്നുള്ളതായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ മാറി വരുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി വേർഡിക്റ്റ് ഒക്കെ വന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് പറയുകയാണ്. ഇത് ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന അവരുടെ അപ്പോയിന്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു നോട്ടീസ് ആണ്. അതിൽ ബേസിക്കലി പറയുന്നത് ഇതാണ്: LPST എഴുതണമെങ്കിൽ കേട്ടറ്റ് 1 അഥവാ കേട്ടറ്റ് 2, UPST എഴുതണമെങ്കിൽ കേട്ടറ്റ് 2, HST എഴുതണമെങ്കിൽ കേട്ടറ്റ് 3, ലാംഗ്വേജ് ടീച്ചർ LP-UP അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ആവണമെങ്കിൽ കേട്ടറ്റ് 4 അത് കിട്ടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണൂലേ കേറ്ററ്റ് ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെന്ന്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേറ്ററ്റ് ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ കേറ്ററ്റ് ഇന്ന് വളരെ നിർബന്ധമാക്കി മാറ്റി വരുന്ന അല്ലെങ്കിൽ മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് അറിയില്ല, ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതി ഓർഡറിൽ മാറ്റം വന്നാൽ ഇതിൽ ഒരുപക്ഷെ എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്, ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ആസ് ഇഫ് നൗ കേട്ടറ്റ് എന്നതിന് പകരമായി യാതൊന്നുമില്ല, കേട്ടറ്റിന് തുല്യം കേട്ടറ്റ് മാത്രം. അപ്പൊ എല്ലാവരും ഒട്ടും താമസിക്കാതെ തന്നെ നിങ്ങളുടെ കേട്ടറ്റ് ജേർണി എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും നേടാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ് ടീം എൻട്രി.